ലഡാക്ക് പ്രക്ഷോഭ നായകനും സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിന്റെ മോചനമുടൻ ദേശീയ സുരക്ഷാ നിയമപ്രകാരം സോനം വാങ്ചുക്കിനെ തടങ്കലിൽ വെച്ച നടപടി കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. തടങ്കൽ കാലയളവിന്റെ പകുതിയോളം അനുഭവിച്ചു കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്താണിപ്പോൾ ഇതിൽ നടപടി ഉണ്ടായിരിക്കുന്നത്? ഉടൻ തന്നെ സോനം വാങ്ചുക്കിന്റെ മോചനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? സ്വാതി, തീർച്ചയായും സോനം വാങ്ചുക്കിന് ഏതായാലും ആശ്വാസകരമായ നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 26-നാണ് ലഡാക്കിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സോനത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയും പോലീസ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിൽ കേന്ദ്രത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മോചിപ്പിക്കാനായി തീരുമാനമെടുത്തിട്ടുള്ളത്. സോനം വാങ്ചുക്കിനെ ഉടൻ തന്നെ മോചിപ്പിക്കും എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഈ തടങ്കൽ കാലാവധി ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് തടങ്കലിൽ വെച്ചിരുന്നത്. തടങ്കൽ കാലാവധി ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിലാണ് മോചനം സാധ്യമാക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുന്നു. ലഡാക്കിൽ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. നിരവധി പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ഇതിൽ സോനത്തിൻ്റെ പ്രസംഗമാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ആളിക്കത്തിച്ചത് എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ഏതായാലും ഭാര്യ അടക്കം ഇതിൽ വലിയ നിയമ പോരാട്ടം നടക്കുകയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴേതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സോനം വാങ്ചുക്ക് ഉടൻ തന്നെ മോചിതനാകാനാണ് സാധ്യത.